Hi guys, welcome back to our YouTube channel. So, ഇപ്പൊ മാൽഡീവ്സിൽ ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സബ്ജക്ട്സിന് വേണ്ടിയിട്ട് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, BEd ഉണ്ട്, MA ഉണ്ട്, MEd ഉണ്ട്, ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും നാട്ടില് ജോലി ഇപ്പൊ ഒരു ടീച്ചിങ് ജോലി കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അല്ലേ? ഇപ്പൊ PSCക്ക് ആണെങ്കിൽ നമ്മൾ പഠിച്ചാലും ലിസ്റ്റിൽ വന്നാൽ പോലും ജോലി കിട്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല. അതേപോലെ എയ്ഡഡ് സ്കൂൾസിലോ കോളേജസിലോ കയറാന്ന് പറഞ്ഞാൽ അത് കാശുള്ളവർക്ക് പറഞ്ഞൊരു പരിപാടിയെ മാറിക്കഴിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇവിടെ ജോലി കിട്ടാൻ വെറും BEdും ഡിഗ്രിയും തന്നെ ഉണ്ടായാൽ മതി. BEd ഇല്ലെങ്കിൽ പോലും ജോലി കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. സോ ഈ ഒരു ചാൻസ് നിങ്ങൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്കൊരു ജോലി ഉണ്ടെന്ന് തന്നെ കരുതിക്കോളൂ, പക്ഷെ അതിന്റെ സാലറി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ എന്തായാലും ഒരു മിനിമം 75,000 rupees എങ്കിലും സാലറി ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ സാലറിയും കൂടും. അത് പോരാണ്ട് നിങ്ങൾ അധിക സമയം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനും നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം കിട്ടും. അപ്പൊ എല്ലാം കൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഒരു നല്ല ഐഡിയ അല്ലേ? ഇരുന്ന് കഥാപ്രസംഗം നടത്താതെ അങ്ങോട്ട് എങ്ങനെ വരും എന്ന് പറഞ്ഞതാ എന്നല്ലേ നിങ്ങളിപ്പോ വിചാരിച്ചത്? അതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ഞാൻ വന്ന ഏജൻസിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാ വന്നത് എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറുക, ഫോളോ ചെയ്യുക, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ മെസ്സേജസ് കാണാൻ പറ്റുള്ളൂ. ദ ഐലൻഡ് ബോയ്, അതിന്റെ ലിങ്കും ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പറ്റുന്ന അത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സബ്ജക്ട്സിന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ട്രാവൽ ആൻഡ് ടൂറിസം, BTech ഹോസ്പിറ്റാലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, ക്രിയേറ്റീവ് ആർട്സ്, ആർട്സ് ആൻഡ് ഡിസൈൻ, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ജിയോഗ്രഫി, സൈക്കോളജി, സെൻ. മൊത്തം 14 സബ്ജക്ട്സിന് വേണ്ടിയിട്ട് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ജോലിക്ക് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓക്കെ? അപ്പൊ ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കുറെ ഡോക്യുമെന്റ്സും സെൻഡ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങളുടെ CV അത് PDF ഫോമാറ്റിലായിരിക്കണം. അതേപോലെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും അതും PDF ഫോമിൽ തന്നെ ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ ഫോട്ടോ ശ്രദ്ധിക്കണം, അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം, JPG ഫയലില്. പിന്നെ നിങ്ങളുടെ ഡിഗ്രിയുടെ, BEdന്റെ അല്ലെങ്കിൽ PGയുടെ കോൺവക്കേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതിന് മാർക്ക് ലിസ്റ്റ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. അത് പോരായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ വേറൊരു കാര്യം, ബാക്കി ഇന്റർവ്യൂസിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇവിടേക്ക് നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് അയക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോസ്, നിങ്ങളത് ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോസ് വേണം. അതായത് നിങ്ങളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, BEdന്റെ സർട്ടിഫിക്കറ്റ്, PG ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അതേപോലെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും, അതായത് നിങ്ങളുടെ ഫേസും ക്ലിയർ ആയിരിക്കണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആയിരിക്കണം, പാസ്പോർട്ടിലെ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് കൊണ്ടുള്ള നിങ്ങളുടെ ഫോട്ടോസും അതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. സോ ഈ ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്. അങ്ങനെ നിങ്ങൾ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരുന്നില്ല. നിങ്ങളുടെ ഫോംസ് എല്ലാം കൃത്യമായിരിക്കണം, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണെങ്കിൽ മാത്രം നിങ്ങളെ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം അത് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ഡോക്യുമെന്റ്സും എല്ലാം നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നതും. ചെറിയ മിസ്റ്റേക്ക് പോലും നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ വരാതിരിക്കാൻ ഒരു സാധ്യതയായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയാൽ നിങ്ങൾ ഇന്റർവ്യൂ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഞാനൊക്കെ വന്ന സമയത്ത്, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1 year ആയി, ആ സമയത്തൊക്കെ ഫേസ് ടു ഫേസ് ആയിരുന്നു ഇന്റർവ്യൂസ്. ഇപ്പൊ കൂടുതലും ഓൺലൈൻ ഇന്റർവ്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുക. ഓക്കെ, ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇന്റർവ്യൂവിൽ 2 റൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ഒരു റിട്ടൺ ടെസ്റ്റ്, ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു എസ്സേ എഴുതാനായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. അതിനുശേഷം നമ്മൾ ഈ പേപ്പറും കൊണ്ട് ഇന്റർവ്യൂ ബോർഡിൽ പോകും. 2 or 3 പേര് ഇന്റർവ്യൂ ബോർഡിൽ കാണും. എന്നിട്ട് അവർ വളരെ ബേസിക് ആയിട്ടുള്ള 4 or 5 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ.
അവിടെയാണ് നിങ്ങളുടെ കഴിവ് കാണിക്കേണ്ടത്. ആസ് എ ടീച്ചർ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റിയ ആ ജോലി നിങ്ങൾക്ക് ഉറപ്പാണ്. വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, വളരെ പ്ലസന്റ് ആയിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ആ സ്പോട്ടിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ഉറപ്പായിട്ടും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. എങ്ങനെയാ ഫോം ഫില്ല് ചെയ്യേണ്ടത്, ഇവിടെ ബാക്കിയുള്ള ഇന്റർവ്യൂ പ്രൊസീജിയേഴ്സും എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കൃത്യം കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാണ്ട് ആ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെയുള്ള കൂടുതൽ മാലദ്വീപ്യൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.